പുരസ്കാരം നൽകുന്നു പ്രിയപ്പെട്ട മമ്മൂക്ക ഡോക്ടർ മനോജ് വെള്ളനാട്. ക്യാഷ് അവാർഡും കേക്ക് പത്രവും സമ്മാനിക്കുന്നത് എ വിജയരാഘവൻ സർ. നന്ദി. മറുപടി പ്രസംഗത്തിനായി ഡോക്ടർ മനോജ് വെള്ളനാടിനെ ക്ഷണിക്കുന്നു. അതിനു മുൻപ് ഡോക്ടർ മനോജ് വെള്ളനാട് ലഭിച്ച ക്യാഷ് അവാർഡ് കുളത്തൂരുള്ള എഡ്യൂകെയർ എന്ന സ്ഥാപനത്തിലേക്ക് ഡൊണേറ്റ് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വേദിയിലും സദസ്സിലുമുള്ള എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ സ്നേഹം, നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് ഞാനിന്ന് ഈ കൈരളിയുടെ ഡോക്ടേഴ്സ് പുരസ്കാരം ഏറ്റുവാങ്ങുന്നത്. എൻ്റെ ഈ പ്രായത്തിൽ ഇങ്ങനൊരു പുരസ്കാരം കിട്ടുക, അല്ലെങ്കിൽ അതിനുവേണ്ടി പരിഗണിക്കപ്പെടുക എന്നത് തന്നെ വലിയൊരു അംഗീകാരമാണ്. സത്യം പറഞ്ഞാൽ ഈ അവാർഡ് എനിക്കാണെന്ന് ജസ്റ്റ് ഒരു മെസ്സേജിലൂടെ അറിയുമ്പോൾ എനിക്ക് ശരിക്കും സന്തോഷം അല്ല തോന്നിയത്. കാരണം എനിക്കെന്തിന് എന്നുള്ളൊരു തോന്നലായിരുന്നു. ഒരു തരം ഒരു എംബരാസ്മെൻ്റ് ആയിരുന്നു ആ സമയത്ത് ആദ്യം തോന്നിയത്. പിന്നീടാണ് അടുത്ത മെസ്സേജുകൾ ഇങ്ങനെ മുന്നിൽ വരുന്ന കൂട്ടത്തിലാണ് ഇത് സമൂഹത്തിൽ ശാസ്ത്രാവബോധം വളർത്തുന്ന അതിനുള്ള ശ്രമങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ് ഇത് അവാർഡ് എന്നൊക്കെ പറഞ്ഞുള്ള മെസ്സേജ് വരുന്നത്. അപ്പോഴാണ് കുറച്ചെങ്കിലും ഓക്കെ. ദൃശ്യം 2 നമ്മുടെ മുരളി ഗോപി പറയുന്ന പോലെ നൗ ഇറ്റ് മേക്ക് സം സെൻസ് എന്ന്. അതുപോലെ കാരണം കഴിഞ്ഞ ഒരു 12 വർഷത്തിലധികമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെയും അതിന് പുറത്തും മെഡിക്കൽ രംഗത്തെ അശാസ്ത്രീയതകൾക്കെതിരെ എഴുതുകയും പറയുകയും വാദിക്കുകയും തർക്കിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ ആ കാര്യത്തിൽ എനിക്ക് കുറച്ചൊരു അഭിമാനമുണ്ട്. ഞാൻ മാത്രമല്ല, ഒരുപാട് ഡോക്ടർമാർ ആ സമയത്ത്, എനിക്ക് തോന്നുന്നു 2014-15 ആ കാലഘട്ടങ്ങളിലൊക്കെ ഒരുപാട് ഡോക്ടർമാർ ഈ ഒരു സ്വന്തം ഡ്യൂട്ടി ടൈമിൽ അതിന് പുറത്ത് കിട്ടുന്ന ഫ്രീ ടൈമിൻ്റെ വലിയൊരു പങ്കും ഈ സമൂഹത്തിലെ അശാസ്ത്രീയതകൾക്കെതിരെ, അശാസ്ത്രീയ ചികിത്സകൾക്കെതിരെ എന്നുള്ളത് മാത്രമല്ല, മോഡേൺ മെഡിസിനിലെ അശാസ്ത്രീയ പ്രവണതകൾക്കെതിരെയും നോൺ എത്തിക്കൽ പ്രാക്ടീസസിനെതിരെയും ഒക്കെ പ്രതികരിച്ചുകൊണ്ട് മുന്നോട്ട് ഒരുപാട് സമയം അതിനുവേണ്ടി ചെലവഴിക്കുന്ന ഒരു സമയമായിരുന്നു അത്. എന്ന് വെച്ചാൽ ഇന്നത്തെ പോലെ ഈ സോഷ്യൽ മീഡിയയാണ് നമ്മുടെ പ്ലാറ്റ്ഫോം എങ്കിലും ഇന്നത്തെ പോലെ യൂട്യൂബിൽ നിന്നുള്ള വരുമാനമോ റീൽസിൽ നിന്നുള്ള വരുമാനമോ ഒന്നുമല്ല. ജസ്റ്റ് ഈ ശരിയായ കാര്യങ്ങൾ സമൂഹത്തിലേക്ക് എത്തുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൻ്റെ പുറത്താണ് ഈ ഡോക്ടർമാരെല്ലാം തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതിന് തിരിച്ച് കിട്ടുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഈ അശാസ്ത്രീയത പ്രചരിപ്പിക്കുന്നവരുടെയും അതുകൊണ്ട് ഗുണം കിട്ടുന്നവരുടെയും അവരുടെ ഫാൻസിൻ്റെയും ഒക്കെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള തെറിവിളികൾ മാത്രമായിരുന്നു പ്രതിഫലമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നത്. എന്നിട്ടും ഈ ഒരു കൂട്ടം ഡോക്ടർമാർ ഇതൊക്കെ തുടർന്നു. അതിൽ തന്നെ ഒരു ചെറിയ കൂട്ടം ഡോക്ടർമാർ ചേർന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് 2016 ഇൻഫോ ക്ലിനിക് എന്ന് പറയുന്ന കൂട്ടായ്മ. ഇവിടെ നമ്മുടെ വേദിയിലുള്ള ഡോക്ടർ ദീപു സദാശിവൻ, ഡോക്ടർ അബ്ദുൾ ലത്തീഫ് തുടങ്ങി ഒരു 40ഓളം ഡോക്ടർമാരുടെ ഒരു കൂട്ടായ്മ 6-7 വർഷക്കാലം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് ഈ പറയുന്ന അശാസ്ത്രീയ പ്രവണതകൾക്കെതിരെയും സാധാരണ മനുഷ്യൻ അറിയേണ്ട മനുഷ്യ ശരീരത്തിൻ്റെ കാര്യങ്ങളെപ്പറ്റിയും രോഗങ്ങളെപ്പറ്റിയും ഒക്കെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുകയും വളരെ ആധികാരികമായി അതിനെപ്പറ്റി എഴുതുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ആ കാലഘട്ടത്ത് ഇപ്പോൾ 2016-17 സമയത്തൊക്കെ ആണ് നമ്മുടെ നാട്ടിൽ വാക്സിൻ വിരുദ്ധർ അവരുടെ ഏറ്റവും വലിയ ശക്തി എടുത്ത് മുന്നോട്ട് വന്നിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു 2016 സമയമൊക്കെ. അപ്പോൾ ആ സമയത്തുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വാക്സിൻ വിരുദ്ധത ഏറ്റവും അങ്ങനെ പ്രകടമായി നിൽക്കുന്ന സമയമായിരുന്നു. പല രൂപത്തിലും പല ഭാവത്തിലും ഒക്കെ അത് നടക്കുന്ന സമയത്താണ് സർക്കാരിൻ്റെ MR വാക്സിനേഷൻ ക്യാമ്പയിൻ വരുന്നത്. ആ സമയത്ത് പല രീതിയിൽ സമൂഹത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഈ ക്യാമ്പയിനെതിരെ എതിർപ്പ് വരികയും, അപ്പോൾ നമ്മുടെ ഇൻഫോ ക്ലിനിക് കൂട്ടായ്മയായിട്ടും
വ്യക്തിപരമായിട്ടും പലരും ഈ അതിനെതിരെ പ്രതികരിക്കുകയും ഒരുപാട് രീതിയിൽ ഈ വാക്സിനേഷൻ സക്സസ് ആക്കുന്നതിൽ സഹായിക്കുകയും ചെയ്തു. അന്ന് നമ്മളെടുത്ത എഫർട്ടൊക്കെ ഇന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അത് 2017 കാലഘട്ടത്തിലാണ്. അതിനുശേഷം എന്തുവാണ് നിപ്പ വന്നു, പ്രളയം വന്നു. ഈ നമ്മുടെ മരണാനന്തര അവയവദാനത്തിന് തുരങ്കം വയ്ക്കുന്ന ഒരു കൊമേഴ്ഷ്യൽ മൂവി തന്നെ വന്നു. അതിനുശേഷം ചില മോഡേൺ മെഡിസിൻ ഡോക്ടർമാർ തന്നെ അതിനെതിരെ വന്നു. വീണ്ടും നിപ്പ വന്നു, പ്രളയം വന്നു, അതിനുശേഷം കോവിഡ് വന്നു. ഈ സമയത്തൊക്കെ തന്നെയും ഈ ഇൻഫോക്ലിനിക് കൂട്ടായ്മ വളരെ ആക്റ്റീവായിട്ട് രീതിയിൽ പ്രവർത്തിക്കുകയും വളരെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് ലഭിച്ച ഈ പുരസ്കാരം വളരെ അഭിമാനത്തോടെ ഞാൻ കൂടി അംഗമായിട്ടുള്ള ഇൻഫോക്ലിനിക് കൂട്ടായ്മയ്ക്ക് കൂടി ഷെയർ ചെയ്തുകൊണ്ടാണ് ഞാനിത് ഇന്ന് സ്വീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ എനിക്ക് നമ്മുടെ ഒരു മെയിൻ മാധ്യമം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ നിരന്തരം ഇടപെട്ടുകൊണ്ടിരുന്ന പല ആൾക്കാരും ഇന്ന് അതിൽ നിന്നൊക്കെ പല ഡോക്ടർമാരും അതിൽ നിന്നൊക്കെ പിൻവാങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഇൻഫോക്ലിനിക്ക് തന്നെ ഇപ്പോൾ വളരെ അത്ര സജീവമല്ല. കാര്യമെന്ന് പറയുന്നത് എന്ത് പറഞ്ഞിട്ടും നമ്മുടെ സമൂഹത്തിൽ ഇതൊന്നും വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ഇത്രയധികം വാക്സിൻ കൊണ്ട് ഇത്ര ഗുണങ്ങളുണ്ടൊക്കെ ഉണ്ടായിട്ടും നമ്മുടെ ഈ നാട്ടിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇപ്പോഴും ഈ വാക്സിൻ വിരുദ്ധത പോലുള്ള സംഗതികൾ, അശാസ്ത്രീയതകളൊക്കെ ഇപ്പോഴും നടമാടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട് മടുത്തിട്ട് പല ഡോക്ടർമാരും മുമ്പ് ആക്റ്റീവായിട്ടിരുന്ന പലരും ഇപ്പോൾ അതിൽ നിന്നൊക്കെ പിന്മാറിയിട്ടുണ്ട്. പക്ഷെ ശരിക്കും എന്താ പറയുക, അത് ഈ പറയുന്ന ആൾക്കാരെല്ലാം തന്നെ അതൊരു ശരിക്കും നമ്മുടെ നാട്ടുകാരൊക്കെ നമ്മുടെ ഒരു ഈ അശാസ്ത്രീയതയൊക്കെ പറ്റി പറയുന്നതുകൊണ്ടാണ് കേട്ടോ. അത് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാതെ പോകുന്നത് ഒരു ഇൻകംപ്ലീറ്റ് ആയി പോകുന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ അശാസ്ത്രീയത പടരുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ആൾക്കാർക്ക് ഈ മനുഷ്യ ശരീരത്തെ പറ്റിയും രോഗങ്ങളെ പറ്റിയുള്ള ശരിയായ ധാരണ ഇല്ലാത്തതും അവരുടെ മരണഭയത്തെയും ഒക്കെ ചൂഷണം ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാർ നമ്മുടെ ചുറ്റുമുള്ളത് കൊണ്ടാണ്, അതിനെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ വളർന്നു വരുന്നതും. അപ്പോൾ ശരിക്കും സമൂഹത്തിലേക്ക് നിരന്തരം ഇത്തരം കാര്യങ്ങൾ, ശരിയായ കാര്യങ്ങൾ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുക മാത്രമാണ് അതിൻ്റെ ഒരു പ്രതിവിധി എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഇപ്പോഴും കുറച്ച് ആൾക്കാരെങ്കിലും ഈ മേഖലയിൽ തുടരുന്നത്. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ തുടരാനുള്ള ഒരു വലിയൊരു പ്രചോദനമാണ് ഈ പുരസ്കാരം എന്ന് ആണ് എൻ്റെ ഒരു തോന്നൽ. ഈ പുരസ്കാരത്തിന് എന്നെ പരിഗണിച്ച കൈരളിക്കും പുരസ്കാര സമിതിക്കും ഈ പുരസ്കാരത്തിലേക്ക് എന്നെ നോമിനേറ്റ് ചെയ്ത പ്രിയപ്പെട്ട മനുഷ്യർക്കും ഇന്ന് ഈ പുരസ്കാര സമർപ്പണം കാണാനെത്തിയ പ്രിയപ്പെട്ട എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട്, ഒപ്പം പുരസ്കാരം നേടിയ ജയകുമാർ സാറിനൊരു പുരസ്കാരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ആ പുരസ്കാരം കൈരളി ചാനൽ തന്നെ അവിടെ അവാർഡിതരാകുന്നു എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വേദിയിൽ എനിക്കും ഒരു പുരസ്കാരം തന്നതിന് ഈ ചാനലിനെ ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട്, എൻ്റെ ഇവിടെ കണ്ട വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട അമൃതയ്ക്കും ടീമിനും ഒക്കെ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. നന്ദി.